ഇപ്പോൾ കേരള സർവകലാശാലയ്ക്ക് പോകേണ്ടതുണ്ട്. അവിടെ രജിസ്ട്രാർ എത്തുന്നു. എസ് അനിൽകുമാർ എത്തുകയാണ്. രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ 2 രജിസ്ട്രാർ ഉണ്ട്. സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്ന രജിസ്ട്രാർ എസ് അനിൽകുമാർ എത്തിയിരിക്കുന്നു സർവകലാശാലയിലേക്ക്. അദ്ദേഹത്തിന്റെ പ്രതികരണം ആണ് മാധ്യമങ്ങൾ തേടുന്നത്. അവിടെ മുന്നോട്ട് പോകാനാണ് അതെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മറ്റൊരു തീരുമാനം അംഗീകരിക്കില്ല. വീടരുത്, നിങ്ങൾ വീടരുത്, വീടരുത്. അസാധാരണമായ ഭരണ പ്രതിസന്ധിയാണ് കേരള സർവകലാശാലയിൽ ഉള്ളത്. 2 പേരാണ് ഏതായാലും നിലവിൽ രജിസ്ട്രാർ സ്ഥാനത്ത് ഉള്ളത്. അതിൽ സിൻഡിക്കേറ്റ് അംഗീകരിച്ചിരിക്കുന്ന രജിസ്ട്രാറാണ് KS അനിൽകുമാർ. VC മറ്റൊരാൾക്ക് അപ്പോയിൻമെന്റ് ഓർഡർ നൽകുന്ന സ്ഥിതി ഉണ്ടായി. ആ ഉത്തരവ് ഇറങ്ങി. ഹാൻസ് ജോണാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, KS അനിൽകുമാർ ഏതായാലും ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവിടുത്തെ അവസ്ഥ എന്താണ്? പോലീസ് സുരക്ഷയൊക്കെ എങ്ങനെയാണ്? പ്രതിഷേധക്കാരുണ്ടോ? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, നിലവിൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വൈസ് ചാൻസലറുടെ വിലക്കുകളെല്ലാം നിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ അല്പസമയം മുമ്പാണ് രജിസ്ട്രാറെ സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ട് വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ നോട്ടീസ് നൽകുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ രജിസ്ട്രാറുടെ ഓഫീസിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇത്തരത്തിൽ സെക്യൂരിറ്റി ഓഫീസർക്കടക്കം നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും അനധികൃതമായ ആരെയും ഓഫീസിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറുടെ റൂമിന് പ്രത്യേക സംരക്ഷണം നൽകണമെന്നുമായിരുന്നു വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. അതിനോടൊപ്പം തന്നെ കർശനമായ ജാഗ്രത വിഷയത്തിൽ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ മറ്റൊരു ചോദ്യം നിലനിൽക്കുന്നത് സെക്യൂരിറ്റി ഓഫീസർക്കെതിരെ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലർ നിയോഗിച്ചിട്ടുള്ള രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ മിനി കാപ്പൻ സ്ഥിതി ഇനിയിപ്പോൾ എന്താണ് എന്നുള്ളൊരു ചോദ്യചിഹ്നം ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് താൽക്കാലിക രജിസ്ട്രാറായി മിനി കാപ്പനെ വൈസ് ചാൻസലർ നിയോഗിക്കുന്നത്. പക്ഷേ അതിനുശേഷം അവർക്ക് ചുമതല ഏറ്റെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇതേ കെട്ടിടത്തിൽ ഈ സർവകലാശാല ആസ്ഥാനത്തിന് മുകൾ നിലയിലാണ് ഡോക്ടർ മിനി കാപ്പൻ ജോലി ചെയ്യുന്നത്, പ്ലാനിംഗ് ഡയറക്ടറായി. പക്ഷേ അതിനുശേഷം രജിസ്ട്രാറുടെ ചുമതല മെയിൽ മുഖാന്തരം സ്വീകരിച്ചിരുന്നെങ്കിലും പക്ഷേ ആ ചുമതല ഔദ്യോഗികമായി ഏറ്റെടുക്കാൻ മിനി കാപ്പന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും സർവകലാശാല വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവുണ്ടാകുന്നു. മിനി കാപ്പനെ ഔദ്യോഗികമായി ചുമതല നൽകിക്കൊണ്ട് ഉത്തരവിറക്കുന്നു. പക്ഷേ അപ്പോഴും നിലവിൽ മിനി കാപ്പന് ആ ചുമതല ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സർവകലാശാലയിൽ നിലനിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് ഇടത് സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ഷിജു ഖാൻ വ്യക്തമാക്കിയിരുന്നു, ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ തടയുകയാണെങ്കിൽ ശക്തമായി തന്നെ പ്രതിഷേധിക്കും. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ അമിതാധികാരം ഉപയോഗിച്ചുകൊണ്ട് അനധികൃതമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല. അതിനോടൊപ്പം തന്നെ ഇത് വെള്ളരിക്കപ്പെട്ടണമെന്നുമല്ല എന്നാണ് രൂക്ഷമായ ഭാഷയിൽ ഷിജു ഖാൻ വിമർശിച്ചത്. അതിന്റെ പിന്നോടിയായി തന്നെയാണ് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ശക്തമായ പിന്തുണയോടുകൂടി തന്നെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തെത്തി അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം അവധി ആവശ്യപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും പക്ഷെ അത് പൂർവാധികം നിരാകരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ ഒരു നടപടിയായിരുന്നു വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അതിനും അദ്ദേഹം മറുപടി നൽകിയിരുന്നു. തന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയത് സിൻഡിക്കേറ്റ് ആണ്, അത് സിൻഡിക്കേറ്റിന്റെ നടപടി
നിയമസാധുത നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് അവധി ലഭിക്കാനുള്ള അധികാരവും അല്ലെങ്കിൽ അവകാശവുമുണ്ട്. കൂടാതെ അനിശ്ചിതകാലത്തേക്കല്ല, ഒരു ദിവസത്തേക്ക് മാത്രമാണ് താൻ അവധി ആവശ്യപ്പെട്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈസ് ചാൻസലർക്ക് അടക്കം അദ്ദേഹം മറുപടി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നലത്തെ അവധി മാത്രം എടുത്തുകൊണ്ട് ഇന്ന് രാവിലെ സർവകലാശാല ആസ്ഥാനത്ത് ഏകദേശം 11 മണിയോടുകൂടി തന്നെ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ കടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ ഇനി മുന്നോട്ട് എന്ത് നടപടി എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. ഇപ്പോൾ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൽക്കാലികമായി ഇടപെടേണ്ട എന്നുള്ള നിലപാടാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം രാജ്ഭവൻ അത്തരത്തിലാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. വൈസ് ചാൻസലർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാം. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വൈസ് ചാൻസലർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു ഈ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ തരത്തിലുള്ള ഒരു യോഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു സിൻഡിക്കേറ്റ് യോഗം നടന്നിട്ടില്ല എന്നുള്ള നിലപാടാണ് വൈസ് ചാൻസലർ രാജ്ഭവന് റിപ്പോർട്ട് ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ അത്തരമൊരു നടക്കാത്ത യോഗത്തിൽ തീരുമാനമെടുക്കേണ്ട എന്നുള്ള നിലപാടാണ് രാജ്ഭവന് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ VC വൈസ് ചാൻസലർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു ആ നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം തുടരാൻ തന്നെയാണ് രാജ്ഭവന്റെ തീരുമാനം. ഈ വിഷയം നിയമപരമായിട്ട് തന്നെയായിരിക്കും പോകാൻ പോകുന്നത്. കാരണം സ്വാഭാവികമായിട്ടും വൈസ് ചാൻസലർ ഈ വിഷയത്തിൽ ഇടപെടും. മോഹനൻ കുന്നുമ്മൽ ശക്തമായ രീതിയിൽ തന്നെയായിരിക്കും ഇടപെടാൻ സാധ്യത. കാരണം തന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് സർവകലാശാല ആസ്ഥാനത്ത് രജിസ്ട്രാർ എത്തുന്നു, അദ്ദേഹത്തിന്റെ കസേരയിൽ പ്രവേശിക്കുന്നു. ഇതുകൂടാതെ സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. പോലീസ് സന്നാഹത്തോടുകൂടി അല്ലെങ്കിൽ പോലീസ് സുരക്ഷയോടുകൂടി തന്നെ സർവകലാശാല ആസ്ഥാനത്തേക്ക് രജിസ്ട്രാർ പ്രവേശിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിനൊപ്പം സർവകലാശാലയിലെ മറ്റു ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും കടുത്ത നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് വൈസ് ചാൻസലറുടെ നീക്കം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി നിയമപരമായി ഈ വിഷയത്തെ നേരിടുമോ ഇല്ലയോ എന്നാണ് കാണേണ്ടത്. സ്വാഭാവികമായിട്ടും താൻ മറ്റൊരു വ്യക്തിയെ താൽക്കാലിക രജിസ്ട്രാറായി നിയമിച്ചിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും മിക്കവാറും വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കോടതിയെ സമീപിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ സെക്യൂരിറ്റി ഓഫീസറോ സർവകലാശാലയിലെ മറ്റ് അധികൃതരോ തടയുമോ എന്നായിരുന്നു. പക്ഷേ ആരും തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷം സ്വാഭാവികമായിട്ടും എതിർക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയാനെ. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി രജിസ്ട്രാർ കോടതിയെ സമീപിക്കുകയും തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഇടപെടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലർ അനധികൃതമായ ഉത്തരവുകൾ സർവകലാശാലയിൽ പുറപ്പെടുവിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചും കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം വലുതായിരുന്നു. പക്ഷേ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും വൈസ് ചാൻസലറുടെ കോർട്ടിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും താൻ പുറപ്പെടുവിച്ച ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായി. അതിനോടൊപ്പം തന്നെ താൻ ചുമതല നൽകിയ താൽക്കാലിക രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ മിനി കാപ്പന് ചുമതല ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യം, ഒരു സംഘർഷാവസ്ഥ സർവകലാശാലയിൽ നിലനിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും കടുത്ത നടപടികളിലേക്കും അതിനോടൊപ്പം തന്നെ നിയമപരമായിട്ടും നീങ്ങാനായിരിക്കും വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ നിലപാട് അല്ലെങ്കിൽ നടപടി. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുന്ന രീതിയിൽ വൈസ് ചാൻസലർ ഏതെങ്കിലും തരത്തിൽ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വിഷയം വീണ്ടും സങ്കീർണമാവും. കാരണം ഇതിനോടകം രജിസ്ട്രാർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. രജിസ്ട്രാറിന് പകരം സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള PS അനിൽകുമാറിന് പകരം ഏതെങ്കിലും തരത്തിൽ താൽക്കാലിക രജിസ്ട്രാറായി നിയമിച്ചിട്ടുള്ള ഡോക്ടർ മിനി കാപ്പൻ ചുമതല ഏറ്റെടുക്കുകയാണെങ്കിൽ അത് തടയാനായിരുന്നു സർവകലാശാല അകത്തുള്ള ഇടത് അധ്യാപകരുടെയും ഉദ്യോഗസ്ഥരുടെയും നീക്കം. പക്ഷേ അതും സംഭവിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈസ് ചാൻസലർ എത്തിക്കഴിഞ്ഞാലുള്ള ഒരു നീക്കം എന്തായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോഴേ ഒരു നിഗമനത്തിൽ എത്താൻ കഴിയും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വൈസ് ചാൻസലറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് അധ്യാപകരുടെയും അതിനോടൊപ്പം തന്നെ സർവകലാശാല ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്നുണ്ടായത്. ആ ഒരു സാഹചര്യം നിലനിൽക്കെ AISFന്റെയും DYFയുടെയും പ്രതിഷേധം നിലനിൽക്കെ അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാല ആസ്ഥാനത്ത് തുടരുന്ന സാഹചര്യത്തിൽ നിലനിൽക്കെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ സംഘർഷം വീണ്ടും കനക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ലക്ഷ്മി, രണ്ട് രജിസ്ട്രാർമാരാണ് നിലവിൽ ഉള്ളത്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ,
മിനി കാപ്പനെ നിയമിച്ചത് വൈസ് ചാൻസലറാണ്. അപ്പോൾ 2 രജിസ്ട്രാർ എന്ന് പറയുന്ന അസാധാരണമായ സാഹചര്യമുണ്ട്. ഡോക്ടർ കെ.എസ്. അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് SFIയുടെ വിദ്യാഭ്യാസ ബന്ധു കൂടിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഇടത് യുവജന സംഘടനകളുടെ പ്രതിഷേധവുമുണ്ട്. കനത്ത പോലീസ് സുരക്ഷയിലാണ് കേരള സർവകലാശാല ആസ്ഥാനം ഉള്ളത്. VS അനു കൂടി തുടരുന്നുണ്ട്. അവിടെ നിന്നും അനു, നിലവിലെ അവിടുത്തെ പോലീസ് സുരക്ഷയൊക്കെ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് SFIയുടെ അസാധാരണ പ്രതിഷേധം, പോലീസ് അതിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയായിരുന്നു. ഇത്തവണ എന്താണ് അവിടെ ഒരുക്കിയിരിക്കുന്ന സുരക്ഷ? ലക്ഷ്മി, തികച്ചും അസാധാരണമായ സംഭവങ്ങൾ തന്നെയാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത്. ഒരു സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർ എന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇപ്പോൾ ഏതായിരുന്നാലും സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുള്ള രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ അല്പസമയം മുമ്പ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എത്തി. അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്തേക്ക് വരരുതെന്ന് നേരത്തെ VCയുടെ വിലക്കുണ്ടായിരുന്നു. പക്ഷേ വിലക്ക് മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. നേരത്തെ രാവിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇവിടെ എത്തി യാതൊരു തരത്തിലും രജിസ്ട്രാർ തടയരുത് എന്നുള്ള നിലപാട് സ്വീകരിച്ചു. കാരണം ഇത് സിൻഡിക്കേറ്റ് തീരുമാനിച്ച രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ എന്നുള്ളതാണ് നിലപാട്. ലക്ഷ്മി ചോദിച്ച പോലെ തന്നെ വളരെ ശക്തമായ സുരക്ഷ തന്നെയാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ 2 DCPമാരുടെ നേതൃത്വത്തിൽ ഉള്ള സുരക്ഷയുണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ വലിയ സുരക്ഷയുണ്ട്. വിവിധ ബറ്റാലിയനുകളിൽ നിന്നുള്ള പോലീസുകാർ, അതുകൂടാതെ തന്നെ തിരുവനന്തപുരം സിറ്റിയിലെ വിവിധ സ്റ്റേഷനിലെ SHOമാർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ സർവകലാശാല ആസ്ഥാനത്തിൻ്റെ അകത്ത് പോലീസുകാരുണ്ട്. അതുകൂടാതെ തന്നെ പുറത്തും പോലീസ് സുരക്ഷ, ശക്തമായ പോലീസ് സുരക്ഷ തന്നെയാണ് പുറത്തും ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർവകലാശാല ആസ്ഥാനത്തിൻ്റെ പ്രധാന കവാടത്ത് ബാരിക്കേഡ് വെച്ചുകൊണ്ട് പോലീസ് നേരത്തെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. അങ്ങനെ ശക്തമായ സുരക്ഷയും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഇന്നും സർവകലാശാല ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം SFIയുടെ മാർച്ചിൽ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും സർവകലാശാലയുടെ പ്രധാന കവാടം തള്ളിത്തുറന്നുകൊണ്ട് SFI പ്രവർത്തകർ VCയുടെ ഓഫീസിലേക്കൊക്കെ എത്തുന്ന അസാധാരണമായ സാഹചര്യം, മണിക്കൂറുകൾ നീണ്ട സംഘർഷാവസ്ഥ. സമാനമായ രീതിയിൽ ഇന്ന് DYFIയുടെയും AYFിൻ്റെയും മാർച്ച് ഇവിടേക്ക് സർവകലാശാല ആസ്ഥാനത്തേക്കുണ്ട്. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ശക്തമായ സുരക്ഷ തന്നെയാണ് പോലീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസത്തേതുപോലെ ഒരു സംഘർഷം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം DYFIയുടെ മാർച്ചിൽ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം തന്നെ DYFIയുടെ മാർച്ചിലും ഉണ്ടാകും എന്നവർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസത്തേതുപോലെയുള്ള ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക്, സംഘർഷങ്ങൾക്കൊക്കെ വീണ്ടും സർവകലാശാല ആസ്ഥാനം വേദിയാകും. നമുക്ക് ഇപ്പോൾ ഈ കാണിക്കാൻ കഴിയുന്ന ഈ സർവകലാശാലയുടെ പ്രധാന കവാടമാണ് കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർ തള്ളിത്തുറന്ന് അകത്തേക്ക് കയറിയത്. ഈ കവാടം ആണ് അവർ തള്ളിത്തുറന്ന് അകത്തേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് ഇവർ മുകളിലത്തെ നിലയിൽ VCയുടെ ഓഫീസിലേക്ക് മുന്നിലേക്ക് അവർ എത്തുന്നതും അവിടെ വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുകയും ചെയ്തു. ആ സമയത്താണ് ഈ വനിതാ പ്രവർത്തകരും അതുകൂടാതെ പോലീസുകാർ തമ്മിലൊക്കെയുള്ള വലിയ വാക്കേറ്റങ്ങൾക്കൊക്കെ വഴിവെച്ചത്. ഈ കവാടമാണ് അവർ തള്ളിത്തുറന്ന് അകത്തേക്ക് വരികയും നമുക്കിപ്പോൾ നേരെ മുന്നിൽ കാണുന്ന ഈ ഗ്രില്ലും മാറ്റിയിട്ടാണ് അവർ VCയുടെ ഓഫീസിലേക്ക് എത്തിയത്. ഇന്ന് പക്ഷേ കർശനമായ സുരക്ഷ, ഇവിടെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷമുണ്ടാകും എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ട്. ഏതായാലും ശക്തമായ സുരക്ഷ തന്നെയാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷ്മി, ശക്തമായ സുരക്ഷ തന്നെ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അനു, ഈ അസാധാരണമായ നിയമ പ്രതിസന്ധി, ഭരണ പ്രതിസന്ധിയാണ് കേരള സർവകലാശാലയിൽ ഉള്ളത്. 2 രജിസ്ട്രാർമാരാണ്. ഒന്ന് സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്ന രജിസ്ട്രാർ, മറ്റൊന്ന് വൈസ് ചാൻസലർ നിയമിച്ച രജിസ്ട്രാർ. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഏത് രീതിയിൽ മറികടക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അവിടെ കാര്യങ്ങൾ എപ്പോഴേക്കും സുഗമമായി കാര്യങ്ങൾ നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്?
ലക്ഷ്മി, ഗവർണർ ഒരു പടി പിറകോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് ഇന്നത്തെ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം രജിസ്ട്രാർ KS അനിൽകുമാർ സിൻഡിക്കേറ്റ് തീരുമാനിച്ച രജിസ്ട്രാർ KS അനിൽകുമാറിനെയും അദ്ദേഹത്തിന് സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം റദ്ദാക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്ഭവൻ പറഞ്ഞിരുന്നതെങ്കിൽ അതിൽ നിന്ന് രാജ്ഭവൻ പിൻവാങ്ങുന്നു. റദ്ദാക്കേണ്ടതില്ല, കാരണം റദ്ദാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് വരും എന്നുള്ള നിയമോപദേശം രാജ്ഭവന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എടുക്കാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തെ റദ്ദാക്കേണ്ടതില്ല. അങ്ങനെയെങ്കിൽ അതൊരു നിയമവശം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അവകാശവാദത്തിന് അനുകൂലമായി വരും എന്നുള്ള നിയമോപദേശമാണ് രാജ്ഭവന് ലഭിച്ചിട്ടുള്ളത്. അതേസമയം സർക്കാരുമായി ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോയ സർക്കാരുമായി വലിയ ഒരു പോരാട്ടത്തിലേക്ക് നീങ്ങും രാജ്ഭവനും ഗവർണറും. അങ്ങനെ സർക്കാരുമായി നേരിട്ടൊരു പോരിലേക്ക് ഇല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് രാജ്ഭവൻ വരുന്നു. അതുകൊണ്ട് പക്ഷേ അതേസമയം സർവകലാശാല വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഗവർണർ തയ്യാറല്ല. VC വൈസ് ചാൻസലറെ കൊണ്ട് കൃത്യമായ നടപടി എടുപ്പിക്കും. ഇപ്പോൾ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ അങ്ങനെ തന്നെ തുടരും. മാത്രമല്ല ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിന്റെ സസ്പെൻഷനും ഉടനുണ്ടാകും. അത്തരം VCയെ കൊണ്ടുള്ള നടപടികൾ രാജ്ഭവനിൽ നിന്ന് ഉണ്ടാകും. അതേസമയം സർക്കാരുമായി നേരിട്ട് ഒരു പോരാട്ടത്തിലേക്ക് കടക്കാൻ രാജ്ഭവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ റദ്ദ് ചെയ്യും എന്നുള്ള നേരത്തെയുള്ള തീരുമാനത്തിൽ നിന്നും രാജ്ഭവൻ പിറകോട്ട് പോകുന്നത്. ലക്ഷ്മി, PS അനുവാണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഹാൻസ് ചേരുന്നുണ്ട്. ഹാൻസ്, ഈ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ എപ്പോഴാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് വരുന്നത്? ലക്ഷ്മി, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ AISFന്റെ മാർച്ച് ആദ്യം സംഘടിപ്പിക്കാനിരുന്നത്. പക്ഷേ അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിനുശേഷമാണ് DYFയുടെ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഏകദേശം 11:30 മണിയോടുകൂടി DYFയുടെ മാർച്ച് ആരംഭിക്കുമെന്നായിരുന്നു നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ 2 മാർച്ചുകളും ഇപ്പോൾ വീണ്ടും സമയം നീട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിനോടകം തന്നെ രജിസ്ട്രാർ ഇവിടെ എത്തിച്ചേരുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ സർവകലാശാല മാർച്ചുകളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ സർവകലാശാല ആസ്ഥാനത്ത് SFI പ്രവർത്തകർ അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ സർവകലാശാല ആസ്ഥാനത്ത് എത്തിച്ചേരുകയാണെങ്കിൽ അത് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് SFIയുടെ നേതൃത്വത്തിലുള്ള നിരവധി പ്രവർത്തകർ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ AISF DYFA മാർച്ചിനോടൊപ്പം തന്നെയുള്ള മറ്റൊരു മാർച്ചാണ് രാജ്ഭവനിലേക്ക് SFIയുടെ നേതൃത്വത്തിലുള്ള മാർച്ച്. അതും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. കാരണം ഗവർണർ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ശേഷമായിരിക്കും SFIയുടെ അടക്കം രാജ്ഭവൻ മാർച്ച് ഉണ്ടാകുക. എന്തായാലും ഈ സർവകലാശാല ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ചുകളെല്ലാം തന്നെ നേരിടാൻ തക്ക രീതിയിലുള്ള പോലീസ് സുരക്ഷാ സന്നാഹം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 700ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ഇപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രധാന കവാടം ഇപ്പോൾ പോലീസ് അടച്ചിരിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം SFI കുത്തി തുറന്ന അല്ലെങ്കിൽ ചവിട്ടി തുറന്ന സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രധാന കവാടം ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ അടച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ബാരിക്കേഡ് അടക്കുകൾ വച്ചുകൊണ്ട് പോലീസിന്റെ വിവിധ ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ AISFന്റെ മാർച്ച് സംഘർഷഭരിതമാവുകയും അതിനോടൊപ്പം തന്നെ അകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെയുള്ള ഒരു സുരക്ഷാ വീഴ്ച സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയാണ് SFI പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വ്യക്തമാകും. കുറച്ചുകൂടെ അധികം പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷെ എന്നാലും 10-15ഓളം ആളുകൾ SFIയുടെ ജില്ലാ സെക്രട്ടറി നന്ദൻ അടക്കമുള്ള പ്രവർത്തകർ ഇവിടെ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് പ്രതിരോധിക്കാൻ തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ തീരുമാനം. അതിന്റെ
ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷ യുവജന സംഘടനകളിലെ നേതാക്കളും പ്രവർത്തകരും അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളും സർവകലാശാല ആസ്ഥാനത്തുണ്ട്. അതും ഇത്തരത്തിൽ രജിസ്ട്രാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിലക്ക് നടപടികൾ അല്ലെങ്കിൽ തടയുന്ന നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കാൻ തന്നെയായിരുന്നു ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു നീക്കം. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇത്രയധികം ആളുകൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ വഷളാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഈ സർവകലാശാല സെനറ്റ് ഹാളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ ഉപയോഗിച്ചുകൊണ്ട് നടന്ന ഒരു പരിപാടിയിൽ നിന്നും സർവകലാശാലയുടെ പ്രവർത്തനം ആകെ താറുമാറാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെയാണ് SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നന്ദൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടോ? VC വരികയാണെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തും. രജിസ്ട്രാറെ വിലക്കുന്ന ഒരു നടപടിയിലേക്ക് വൈസ് ചാൻസലർ കടന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ അനധികൃതമായ ആരെയും പ്രവേശിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ഓഫീസർക്ക് അടക്കം നിർദ്ദേശം നൽകുന്ന ഒരു സ്ഥിതിയിലേക്ക് വൈസ് ചാൻസലർ കടന്നു. രജിസ്ട്രാറിന്റെ റൂമിൽ കസേരയ്ക്കകത്തുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞങ്ങൾ മോഹനം കുന്നുമലിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ SFIക്കാർ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ വൈസ് ചാൻസലർ കാണിക്കുന്നത് തികച്ചും ചട്ടവിരുദ്ധമായ നടപടിയാണെന്നാണ് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം വ്യക്തമാക്കുന്നത്. അല്പസമയം മുമ്പാണെങ്കിൽ തന്നെ ഡോക്ടർ മിനി കാപ്പനെ നിയമിച്ചുകൊണ്ട് അദ്ദേഹം ഉത്തരവിറക്കുകയും ചെയ്തു. ഇപ്പോൾ സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർമാരാണ്. തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്. സർവകലാശാലയ്ക്കകത്ത് വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളടക്കമുണ്ട്. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നാടകീയമായ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നത്. രാഷ്ട്രീയമായിട്ടാണ് ഗവർണറും വൈസ് ചാൻസലറും സർവകലാശാലയ്ക്കകത്ത് ഇടപെടുന്നത്. അതിനെതിരെയാണ് SFIയുടെ സമരം. അത് വരുന്ന ദിവസങ്ങൾക്കകത്തും ആ രീതിയിൽ തന്നെ സമരം മുന്നോട്ട് ഞങ്ങൾ കൊണ്ടുപോകും. കഴിഞ്ഞ മാസം ഈ സർവകലാശാല സെനറ്റ് ഹാളിൽ വെച്ച് കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ നിന്നാണ് ഇത്രയധികം സംഘർഷഭരിതമായി ഈ സർവകലാശാല മാറുന്നത്. ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് വിദ്യാർത്ഥികളെ തന്നെയാണ്. ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്നുള്ള രീതിയിൽ ആ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കഴിഞ്ഞ മാസം നടന്ന ആ വിഷയം മാത്രമല്ല, ഇതിനു മുമ്പ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോലും ഈ ഇവിടുത്തെ VC അനുവദിച്ചിട്ടില്ല. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിട്ട് പോലും അത് സൈൻ ചെയ്യാൻ വേണ്ടി പോലും VC തയ്യാറായിട്ടില്ല. മറ്റൊന്ന്, സർവകലാശാലയുടെ VC എന്ന് പറയുന്നത് ഈ സർവകലാശാലയ്ക്കകത്ത് മുഴുവൻ സമയം ഉണ്ടാവേണ്ട ഒരാളാണ്. എത്ര ദിവസം, ഒരു മാസത്തിനകത്ത് എത്ര ദിവസം ഈ മോഹനം കുന്നുമലെന്ന് പറയുന്ന സർവകലാശാലയുടെ താൽക്കാലിക VC ഈ സർവകലാശാലയ്ക്കകത്ത് വന്നിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് സർവകലാശാലയ്ക്കകത്ത് വരുന്നത്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധമുയർത്തും. പക്ഷേ എല്ലാ സമരങ്ങളും അവസാനിപ്പിക്കണം. കാര്യം എന്ന് പറയുന്നത് ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം. ഞങ്ങൾക്കും അതിനകത്തുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ, അത് സർവകലാശാലയുടെ ചാൻസലറും വൈസ് ചാൻസലറും ആ മുദ്രാവാക്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാവണം. കാരണം ഞങ്ങൾ ന്യായമായ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ രാഷ്ട്രീയപരമായി പല കേന്ദ്രങ്ങൾക്കകത്ത് നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിശക്തമായ സമരത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ചുണ്ട് അല്പസമയത്തിനകം. എങ്ങനെയായിരിക്കും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം? ഞങ്ങൾക്ക് എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അധികാരമുണ്ട്. ആ രീതിയിൽ തന്നെ ഞങ്ങൾ മാർച്ച് മുഴുവൻ ഇന്ന് പഠിപ്പ് മുടക്ക് SFI തീരുമാനിച്ചിട്ടുണ്ട്. പഠിപ്പ് മുടക്കി മുഴുവൻ വിദ്യാർത്ഥികളെയും ഇവിടെ നഗരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ശക്തമായ പ്രകടനമായിരിക്കും. ഉറപ്പായിട്ടും ശക്തമായ പ്രകടനമായിരിക്കും. രാജ്ഭവൻ്റെ മതിൽ ചാടി കിടക്കുമോ? നിങ്ങൾ ഈ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഒന്നും ചോദിക്കണ്ട. അത് സ്വാഭാവികമായിട്ടും സമരത്തിൻ്റെ ആ രീതി അനുസരിച്ച് ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തും. ലക്ഷ്മി, എന്തായാലും പ്രതിഷേധം കടുപ്പിക്കുമെന്ന് തന്നെയാണ് SFI ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് SFI ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നന്ദൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈസ് ചാൻസലർ ഏതെങ്കിലും തരത്തിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ തടയും എന്ന് തന്നെയാണ് SFIയുടെ തീരുമാനം. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെ രാജ്ഭവനിലേക്കും ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് SFI നേതാക്കൾ നൽകുന്നത്. ലക്ഷ്മി.